ഫ്രണ്ട്സ്, ഏത് റോഡിനും ഏത് റീലിനും 6 മാസം വാറണ്ടി. ആരേലും കൊടുക്കുമോ? നമ്മൾ കൊടുക്കും. 6 മാസം വാറണ്ടി. ഏത് റോഡ് എടുത്താലും, കുറഞ്ഞതെടുത്താലും കൂടിയതെടുത്താലും, കുറഞ്ഞ മെഷീൻ എടുത്താലും കൂടിയ മെഷീൻ എടുത്താലും, ഒടിഞ്ഞാലും ചതഞ്ഞാലും പറഞ്ഞാലും ഏതെടുത്താലും 6 മാസം വാറണ്ടി. ഫുൾ വീഡിയോ കാണുക. വീഡിയോ ഫുള്ള് കണ്ടിട്ട് നമ്മൾ എങ്ങനെയാണ് വാറണ്ടി കൊടുക്കുന്നത്, ഏത് സ്കീമിലാണ് വാറണ്ടി കൊടുക്കുന്നത്, ഫുള്ള് ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. കാണുക, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. മാക്സിമം ഈ വീഡിയോ ആൾക്കാർക്കിടയിലോട്ട് എത്തിക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഒരുപാട് ആംഗ്ലേഴ്സിന് ആഗ്രഹമുണ്ട് വാറണ്ടിക്ക് സാധനം ഇവിടെ കിട്ടുന്നത്. നമ്മൾ കൊടുക്കും. വാറണ്ടിക്ക് സാധനം നമ്മൾ കൊടുക്കും. ചൈനയുടെ സാധനത്തിനും വാറണ്ടി കൊടുക്കും, ബ്രാൻഡ് സാധനത്തിനും വാറണ്ടി കൊടുക്കും. വീഡിയോ ഫുള്ള് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, അച്ചോസ് ടാക്കിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു ഓഫർ, നമ്മുടെ ഷോപ്പിൻ്റെ വകയായിട്ടുള്ളൊരു ഓഫർ 2025 നമുക്ക് തരാൻ പറ്റിയ, 25 25 മുതൽ മുകളിലോട്ട് തരാൻ പറ്റിയൊരു ഓഫർ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ മാക്സിമം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്ത് തരണം. കാരണം എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്ത് ഈ വീഡിയോ എല്ലാ ആംഗ്ലേഴ്സും, നിങ്ങൾ ചൂണ്ടയിടാൻ താല്പര്യമുള്ളത്, ചൂണ്ടയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ചൂണ്ടയിടലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം. അപ്പം നമ്മളിപ്പോൾ ആക്ച്വലി ചെയ്യാൻ പോകുന്നൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ ഉള്ള എല്ലാ ചൂണ്ടക്കാർക്കും അല്ലെങ്കിൽ ഫിഷിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഉള്ളൊരു കാര്യം, നമ്മളൊരു റോഡ് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ ഒരു റോഡ് വാങ്ങിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ ഒടിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മിഷൻ വാങ്ങിച്ചത് കംപ്ലൈൻ്റ് ആയാൽ പിന്നെ അത് വേറെ കാര്യങ്ങളില്ല, റെഡിയാക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയുള്ള ആൾക്കാരാണ് പൊതുവേ ഉള്ളത്. അപ്പം നമുക്ക് ഈ പറയുന്ന സാധനങ്ങൾക്കൊന്നും കമ്പനിയോ കാര്യങ്ങളോ ഒന്നും ബ്രാൻഡ് ഒരു ഇതിനും ഒരു ഗ്യാരണ്ടി തരുന്നില്ല. ഒരു ഗ്യാരണ്ടിയും തരാതാണ് നമ്മൾ ഇത്ര പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പം നമ്മുടെ ഷോപ്പിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സർവീസ് ഉണ്ട്. നമ്മുടെ ഷോപ്പിൽ റോഡും റീലും സർവീസ് ചെയ്യുന്ന ഒരു ഷോപ്പ് ആയതിൻ്റെ പേരിൽ നമ്മുടെ ഷോപ്പിൻ്റെ വാറണ്ടിയിൽ നമുക്ക് സാധനങ്ങൾ തരാൻ പറ്റും. അപ്പം നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു ഷോപ്പുകാരും എടുക്കാത്തൊരു റിസ്ക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന റോഡിനും റീലിനും എന്ന് വെച്ചാൽ, ഇതിപ്പം അത്യാവശ്യം വിലയുള്ള റോഡാണ്, ഡൈവയുടെ വിലയുള്ള റോഡാണ് ഈ റോഡ്. അതേപോലെ തന്നെ ഇത് ക്രൊക്കഡൈലിൻ്റെ വില കുറഞ്ഞ റോഡ്. ഇത് രണ്ടും ഒരേ വാറണ്ടിക്ക് നമ്മൾ തരും. ഒരേ വാറണ്ടിക്ക് തരുമെന്ന് പറയാൻ 6 മാസം വാറണ്ടി. 6 മാസത്തിനുള്ളിൽ ഇതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഫിസിക്കൽ ഡാമേജ് ഉണ്ടായാൽ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് റിപ്പയർ ചെയ്ത് തരും. 6 മാസത്തിനകത്ത് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് റിപ്പയർ ചെയ്തു. അതും വെറും വാക്കിലല്ല നമ്മൾ തരുന്നത്. ആക്ച്വലി നമ്മൾ ഷോപ്പിന് വാറണ്ടി കാർഡ് അടിച്ചിട്ടുണ്ട്. പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും സർവീസും സെറ്റ് ചെയ്ത് കസ്റ്റമറിൻ്റെ നെയിം, പ്രോഡക്റ്റ് നെയിം എല്ലാം എഴുതി നമ്മൾ വാറണ്ടി കാർഡായിട്ട് തരും. ഇതാണ് നമ്മുടെ വാറണ്ടി കാർഡ്. താഴെ സർവീസ് ഹിസ്റ്ററി സഹിതം നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന വാറണ്ടി കാർഡായിട്ട് തരും. അപ്പോൾ നമ്മളിത് കാർഡിൽ മാത്രമല്ല മെൻഷൻ ചെയ്യുന്നത്, നമുക്കാണെങ്കിൽ ഓരോ റോഡുണ്ട്. റോഡേൽ നമ്മുടെ വാറണ്ടി സ്റ്റിക്കർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് മാത്രമേ നമ്മൾ വാറണ്ടി തരത്തുള്ളൂ. ടോപ്പിനും ബോട്ടത്തിനും നമ്മൾ വാറണ്ടി സ്റ്റിക്കർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ
റീലാണെങ്കിൽ ഇപ്പോൾ എഫെക്സിൻ്റെ റീലാണ്. എഫെക്സിൻ്റെ റീലിലും നമ്മൾ വാറണ്ടി സ്റ്റിക്കർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കുറഞ്ഞ റീലാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കൂടിയ മെഷീൻ എടുത്താലും കുറഞ്ഞ മെഷീൻ എടുത്താലും ഇതിന് 800 രൂപ റേഞ്ച് വരുന്ന മെഷീനും ഇത് 2265 രൂപ വരുന്ന മെഷീനുമാണ്. അപ്പോൾ ഇത് രണ്ടുമല്ല, ഇതിന് മേളിലോട്ടുള്ളതാണെങ്കിലും ഏതെടുത്താലും ഒരേ വാറണ്ടി. നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന ഏത് പ്രോഡക്റ്റിനും റോഡിന് റീലിന് ഏത് പ്രോഡക്റ്റ് എടുത്താലും 6 മാസത്തെ സർവീസ് വാറണ്ടി. അപ്പോൾ ഇതിനകത്ത് പിന്നെ നമുക്ക് ഉള്ളൊരു കാര്യം ഞാൻ പറയാം. ഇത് റിപ്പയർ ആയാലും ഇല്ലേലും 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് സർവീസ് ചെയ്ത് തരും. അത് കംപ്ലൈൻറ്റ് ആകാതെ ഇരിക്കുമ്പോഴുള്ള അവസ്ഥ. സപ്പോസ് ഇപ്പോൾ ഇതിന് ഒരു ഫിസിക്കലി ഒരു ഡാമേജ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻസൈഡ് ഒരു ഡാമേജ് വന്നാൽ അപ്പോഴും നമ്മൾ ഫ്രീ ആയിട്ടായിരിക്കും സർവീസ് ചെയ്ത് തരുന്നത്. സർവീസ് കോസ്റ്റ് എപ്പോഴും ഫ്രീ ആയിരിക്കും 6 മാസത്തിൻ്റെ ഇടയിൽ. പക്ഷേ അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. നമ്മുടെ സർവീസിൻ്റെ സ്റ്റിക്കർ നിങ്ങൾ ഒരിക്കലും ഇല്ലാണ്ടാക്കരുത്, എന്ന് വെച്ചാൽ ഇളക്കി കളയരുത്. അതേപോലെ റോഡിൻ്റെ ആണെങ്കിലും ആ സ്റ്റിക്കറുകൾ മിസ്സാക്കരുത്. അത് നമ്മൾ ഈ 6 മാസത്തെ ഡ്യൂറേഷനകത്ത് ആ സ്റ്റിക്കർ അതേ തന്നെ ഉണ്ടാകാൻ മാക്സിമം ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ റീലിൻ്റെ ഇപ്പം സപ്പോസ് ഇതിനകത്ത് ഇപ്പോൾ ഒരു ഗിയർ കംപ്ലൈൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് സർവീസ് കോസ്റ്റ് മാത്രമേ ഉള്ളൂ ഫ്രീ ഓഫ് കോസ്റ്റ്. നമുക്ക് ഇതിനകത്തുള്ള മെറ്റീരിയൽ ഇതിൻ്റെ ഗിയറിൻ്റെ ആ റേറ്റ് നമുക്ക് പേ ചെയ്യേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഗിയറിൻ്റെ എന്തെങ്കിലും ഒരു സാധനം സ്പെയർ മാറുന്നുണ്ട്, ആ സ്പെയറിൻ്റെ കാശ് നിങ്ങൾ തരേണ്ടി വരും. നമുക്കത് സർവീസ് ചെയ്ത് തരുന്നതിൻ്റെ ഫ്രീ ഓഫ് കോസ്റ്റ്. നോർമലി ഇതിൻ്റെ ഫിസിക്കലി വരുന്ന ഡാമേജസ്, അതുപോലെ ഇൻസൈഡ് വരുന്ന ഗിയറിൻ്റെ ഡാമേജസ്, സ്പെയർ അവൈലബിലിറ്റി ഉള്ള എല്ലാ റീലും നമുക്ക് സ്പെയർ മാറി വെക്കുമ്പം സ്പെയറിൻ്റെ പൈസ മാത്രം തരിക, അല്ലാണ്ട് ഈ പറയുന്ന സർവീസ് കോസ്റ്റ് നമ്മൾ എടുക്കത്തില്ല. ഇതിപ്പോൾ സർവീസ് കോസ്റ്റ് മിനിമം വരുന്നതെന്ന് പറയാൻ ഒരു 250 രൂപ വെച്ചിട്ടാണ് എല്ലാം വരുന്നത്. 6 മാസത്തിൻ്റെ ഇടയിൽ ഇത് നിങ്ങൾക്ക് നോർമലി സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്ത് തരും. അതല്ല നിങ്ങൾക്കൊരു ഡാമേജ് ഉണ്ട്, ആ ഡാമേജ് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡാമേജിന് വരുന്ന ആ ഒരു പാർട്ട് ഏതാണോ മാറേണ്ട ആ പാർട്ടിൻ്റെ പൈസ തരേണ്ടി വരും. അതുപോലെ തന്നെ റോഡിൻ്റെ ആണെങ്കിൽ നിലവിൽ പാർട്ടായിട്ട് മാറുക ഓപ്ഷൻ അല്ല. റോഡ് ഇപ്പം നമുക്കിപ്പം പകുതിക്ക് വെച്ച് ഒടിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒടിഞ്ഞ ഭാഗത്തും നമ്മൾ റിപ്പയർ ചെയ്ത് തരും, നല്ല അടിപൊളിയായിട്ട് റിപ്പയർ ചെയ്ത് തരും. ഇപ്പം റിപ്പയറിംഗ് കോസ്റ്റ് എനിക്ക് വേണ്ട, റിപ്പയറിംഗ് കോസ്റ്റ് നമുക്ക് തരണ്ട. പക്ഷേ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ കോസ്റ്റ് മാത്രം നമ്മൾ ചെയ്യും. അപ്പം വേറെ ഒന്നുമല്ല, ഇപ്പം നമ്മളിത് തരുന്നതെന്ന് പറഞ്ഞാൽ പൊതുവേ 6 മാസം വാറണ്ടി കാർഡ് ഇട്ട് നമ്മൾ തരുന്നതിൻ്റെ കാര്യം പറയാം. പലർക്കും പേടി ഉണ്ടാവും, നമ്മളിപ്പം വില കൂടിയതോ അല്ലെങ്കിൽ കുറഞ്ഞതോ ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ ഒടിഞ്ഞു പോകുമെന്നൊരു പേടി ഉണ്ടാവും. ആ പേടി ഇല്ലാണ്ട് നിങ്ങളെ ഫിഷിങ്ങിലേക്ക് കൊണ്ടുവരാനാണ് നമ്മളിപ്പോൾ മാക്സിമം ചെയ്യുന്നത്. പിന്നത്തെ ഇതിനകത്തൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയാം, നമ്മുടെ ഷോപ്പിൽ ഇപ്പം ഒരു പ്രോഡക്റ്റ് ഇല്ല. എൻ്റെ ഷോപ്പിലിപ്പം നമുക്കിപ്പോൾ എല്ലാ സാധനങ്ങളും ഒന്നും എടുത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഹൈ എൻഡ് മോഡലുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എടുത്ത് വെക്കാൻ പറ്റിയെന്ന് വരത്തില്ല. സപ്പോസ് നിങ്ങൾക്ക് വാറണ്ടിക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് അഡ്വാൻസ് തന്ന്, അഡ്വാൻസ് നമ്മൾ വാങ്ങിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ നമ്മുടെ തന്നെ എടുക്കുക എന്നുള്ളൊരു ഉറപ്പിന് വേണ്ടി മാത്രം അഡ്വാൻസ് ഒരു 10, 200, 500 തന്നാൽ മതി. അപ്പോൾ അത് തന്നിട്ട് നമ്മൾ സാധനം ഇറക്കി കഴിയുമ്പം സാധനം നിങ്ങൾ എടുക്കുക. വാറണ്ടിക്ക് 6 മാസം വാറണ്ടിക്ക് നമുക്ക് സാധനം തരാം. പിന്നെ നമ്മുടെ ഷോപ്പിൽ ഇല്ലാത്ത സാധനമാണെങ്കിൽ പോലും നിങ്ങൾക്ക് വാറണ്ടിക്ക് സാധനം എടുത്തു തരും. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, നമുക്കപ്പം എല്ലാ കസ്റ്റമേഴ്സിനും വാറണ്ടിക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും വിത്ത് വാറണ്ടി നമ്മൾ തരും. പിന്നെ ഇത് വേറെ ഒരു കാര്യമുണ്ട്, സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ പത്തനംതിട്ട പന്തളം ഏരിയയിൽ നിന്ന് വരുന്ന ഫ്രണ്ട്സിന് ആംഗ്ലേഴ്സിന് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കും. അത് ഈ 2 ഏരിയയിൽ നിന്ന് മാത്രം വരുന്നവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നതിൻ്റെ കാരണം അവർ വന്നു കഴിയുമ്പോൾ ഞാൻ പറയാം. അപ്പം എനിവേ നമ്മളപ്പം ഇപ്പം നിലവിൽ ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൻ്റെ മെയിൻ കാര്യം വേറെ ഒന്നുമില്ല. നിലവിൽ ഇപ്പം ഇതിൻ്റെ മാക്സിമം MRP എത്രയാണോ അതേ MRP, അതിനകത്ത് 5 പൈസ കൂടത്തതും ഇല്ല കുറയത്തതും ഇല്ല. അതേപോലെ റോഡിൻ്റെ ആണെങ്കിലും റീലിൻ്റെ ആണെങ്കിലും മാക്സിമം MRPക്ക് ആയിരിക്കും നമ്മൾ തരുന്നത്, നോ ബാർഗെയിനിങ്സ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ സർവീസ് വാറണ്ടി തരുന്ന സമയത്ത് നമുക്ക് ഇത് ഒരു കടക്കാരും തരാത്തൊരു കാര്യമാണ്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഒടിഞ്ഞു പോകാം എന്നുള്ളൊരു കാര്യമാണിത്. അതിപ്പം കുറഞ്ഞ ബ്രാൻഡ് എടുത്താലും കൂടിയ ബ്രാൻഡ് എടുത്താലും നമ്മൾ ഉപയോഗിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ലൈഫ് ഇരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഒടിഞ്ഞു പോകാം. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വെളിയിലോട്ട് കൊണ്ടുപോയിട്ട് ഉടനെ നിങ്ങൾ കുത്തി അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പോലും നമ്മളതിന് വാറണ്ടിക്ക് നമ്മൾ റിപ്പയർ ചെയ്ത് തരും, ഫ്രീ ഓഫ് കോസ്റ്റ് റിപ്പയർ ചെയ്ത് തരും. പക്ഷേ നമ്മളൊരു കടക്കാരും ചെയ്യാത്തൊരു റിസ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് MRP 5 പൈസ കുറയ്ക്കാതെ കറക്റ്റ് MRPക്ക് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ റേറ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അതേ റേറ്റ് ആയിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്.
അതേ റേറ്റ് തന്ന് നിങ്ങൾ സാധനം വാങ്ങിക്കണം. അപ്പം നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊണ്ടുവന്ന സാധനം കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ കൊണ്ടുവരാൻ റെഡിയാക്കാവുന്നത്. ആ ഒരു വിശ്വാസമാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ചിലപ്പം സാൾട്ട് വാട്ടറിൽ കളിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കൊക്കെ നല്ല ഹൈ എൻഡ് മെഷീനുകളായിരിക്കും വേണ്ടത്. അതും നമ്മളെടുത്ത് വാറണ്ടിക്ക് കൊടുക്കും. കാരണം ആ സാധനവും വാറണ്ടിക്ക് കൊടുക്കും. അതേപോലെ ഫ്രഷ് വാട്ടറിൽ കളിക്കുന്നവർക്കാണെങ്കിലും ഏത് ടൈപ്പ് സാധനം, ഇപ്പം നമ്മളെ കൊണ്ട് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഏത് സാധനങ്ങളും നമ്മൾ 6 മാസത്തെ സർവീസ് വാറണ്ടി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം മാക്സിമം നമ്മുടെ വാറണ്ടി കാർഡ് മിസ്സാക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ വാറണ്ടി സ്റ്റിക്കർ മിസ്സാക്കരുത്. കാരണം പിന്നെ നിങ്ങളോട് ഒന്നുകൂടെ പറയാനുണ്ട്, ഈ വാറണ്ടി സ്റ്റിക്കറൊക്കെ നമ്മളിത് വെറുതെ ഒട്ടിച്ചേക്കുമല്ല, നമുക്കിതിനകത്തൊക്കെ നമ്മുടേതായിട്ടുള്ള കോഡും കാര്യങ്ങളും ഉണ്ട്. നമ്മളതെല്ലാം വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം ഒരു റോഡ് എടുത്തിട്ട് വേറെ റോഡ് എടുത്ത് ഒടിഞ്ഞത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് പറയുന്ന കേസ് കേട്ടാണ്. നമ്മളപ്പോൾ എല്ലാത്തിലും നമ്മുടേതായിട്ടുള്ള കോഡ് ചെയ്തിട്ടാണ് സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മുടെ ഈ 2 കാര്യങ്ങളൊന്നും ഒഴിവാക്കാതെ, എന്ന് വെച്ചാൽ ഒന്നും മിസ്സാക്കാതെ എല്ലാത്തിലും നമ്മൾ സ്റ്റിക്കർ അടിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പം എല്ലാത്തിലും സ്റ്റിക്കർ, അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ നമുക്ക് തന്നെ അറിയാം, അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് അതുപോലെ കൊണ്ടുവരിക. പിന്നെ ഒരു കാരണവശാലും നമുക്ക് വാറണ്ടി പീരീഡിലുള്ള മിഷന് നിങ്ങളായിട്ട് കുത്തിയിളക്കാൻ നിൽക്കരുത്. കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് കുത്തിയിളക്കി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വാറണ്ടി തരത്തില്ല. സ്റ്റിക്കർ മിസ്സാക്കരുത്. വാറണ്ടി പീരീഡിനുള്ളിൽ വരുമ്പോൾ നിങ്ങളത് ഇളക്കി പണിയാൻ നിൽക്കരുത്. ഈ 2 കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഈ റോഡ് ധൈര്യത്തോടെ വാങ്ങിച്ചോ. അത് കുറഞ്ഞതാണേലും കൂടിയതാണേലും എടുത്തോ, ഒരു വിഷയമില്ല. എന്ത് രീതിയിലുള്ള കംപ്ലയിൻറ്റ്സ് ആണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് തരും. സെറ്റ് ചെയ്ത് തരാൻ പറ്റുന്ന എന്ത് രീതിയിലുള്ള കംപ്ലയിൻറ്റ്സും നമ്മൾ സെറ്റ് ചെയ്ത് തരും. അതേപോലെ സ്പെയർ റിപ്പയർ ചെയ്ത് തരാൻ പറ്റുന്ന എല്ലാ കംപ്ലയിൻറ്റ്സും നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് റിപ്പയർ ചെയ്ത് തരും. കാരണം ചില റീലുകളുടെ ഒന്നും സ്പെയർ അവൈലബിലിറ്റി ഉണ്ടാകണമെന്നില്ല. കാരണം പല മോഡലുകൾ റീലുകളാണ് വരുന്നത്. ചിലതിൻ്റെ ഒന്നും സ്പെയർ അവൈലബിലിറ്റി ഉണ്ടാകണമെന്നില്ല. അപ്പം ആ സ്പെയർ അവൈലബിലിറ്റി ഇല്ലാത്തത് നമുക്കിപ്പം വേറെ ഒരു ഓപ്ഷനും ഇല്ല, ചെയ്തു തരാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ നമ്മുടെ കടയിൽ വരുന്ന കസ്റ്റമറിനോട് ഞാൻ പറയും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് ഒന്നും ആകത്തില്ല. നമ്മുടെ ഈ വാറണ്ടി ഉള്ള സാധനം നമുക്ക് വാറണ്ടിക്ക് പണി ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സ്പെയർ കിട്ടണം. സ്പെയർ ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല ചിലപ്പം, മനസ്സിലായോ? അപ്പം അത് അങ്ങനെയുള്ളത് ഞാൻ കസ്റ്റമറിനോട് ഓൾറെഡി പറയും. പക്ഷെ എന്നിരുന്നാൽ പോലും മാക്സിമം ഒരു 90% ഒക്കെ നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കും. കാരണം അതിനനുസരിച്ചൊക്കെ എൻ്റെ അത്യാവശ്യമൊക്കെ കാര്യങ്ങളെല്ലാം ഞാൻ വട്ടം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് തന്നെ ഒരു മനസ്സിനൊരിതുണ്ടല്ലോ, ആ ഒരു നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ ചൂണ്ടയിടാൻ താല്പര്യമുള്ള എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.